തോറ്റു തൊപ്പിയിട്ട് CPM ഇപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തവുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് UDF BJPക്ക് വോട്ട് മറിച്ച് കുത്തിയത് കൊണ്ടാണ് CPM തോറ്റതും BJP ഉയർന്നു വന്നതും എന്നുമൊക്കെയാണ് അവരുടെ പാർട്ടി പരിപാടികളിൽ ഇപ്പോൾ പറയുന്നത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് 40ഓളം സീറ്റുകളിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് വന്നത് ഇങ്ങനെ വോട്ട് മറിച്ച് കുത്തിയത് കൊണ്ടാണ് എന്ന വലിയ കണ്ടുപിടുത്തവുമായിട്ടാണ് ഈ കള്ളപ്രചാരണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. CPMന്റെ നേതാവായ KT കുഞ്ഞിക്കണ്ണനോട് മീഡിയ വൺ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ജിൻഡോ ജോൺ കണക്ക് നിരത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ തോറ്റു എന്നതിന്റെ. ഇത്തരം വിടുവായത്തരം പറയുന്നതിന് ഒരു പരിധി വേണമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. പതിറ്റാണ്ടുകളോളം CPMന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷൻ എന്തുകൊണ്ട് കയ്യിൽ നിന്ന് പോയി എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ആകെ 10 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് UDF അത് 19ആയി ഉയർത്തി. എന്നാൽ CPMന്റെയോ ആ സീറ്റ് 39ൽ നിന്ന് 29ലേക്ക് കുറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കണം. UDF വോട്ട് മറിച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ സീറ്റ് ഇത്ര കണ്ട് വർദ്ധിക്കില്ലായിരുന്നു. കൂട്ടത്തിൽ ശശി തരൂരിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ അവിടെയും ജിൻഡോ വിട്ടുകൊടുത്തതേയില്ല. തരൂരിൻ്റെത് കോൺഗ്രസുകാരന്റെ കണ്ണായി ഞങ്ങൾ ഇന്ന് കണക്ക് കൂട്ടുന്നേയില്ല. അതുകൊണ്ട് തന്നെ തരൂരിനെ ഞങ്ങൾ തീർത്ത് അവഗണിക്കുകയാണ്. അല്ലാതെ ഇനിയും വളർത്തി മിടുക്കനാക്കാനൊന്നും ഞങ്ങൾ ഒരുക്കവുമില്ല. ഇതൊക്കെയാണ് ജിൻഡോ ജോൺ പറഞ്ഞത്. എന്താണെങ്കിലും ന്യൂസ് റൂമിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ജിൻഡോ ജോണിന്റെ ആ വീഡിയോ ഒന്ന് കാണാം. ഈ KT കുഞ്ഞിക്കണ്ണനോട് എനിക്കൊരു ചോദ്യം. നിങ്ങൾ 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFന് 52-51 സീറ്റ് ഉണ്ടായിരുന്നു. 49 സീറ്റ് ഉണ്ടായിരുന്നു CPIക്കും CPMനും. CPMന് 39 സീറ്റ് ഉണ്ടായി. അത് 29ആയിട്ട് കുറഞ്ഞത് എന്താ? ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ഏറ്റവും വകതിരിവില്ലാത്തൊരു പാർട്ടിയും കൂടി അവിടെ ഭരിച്ച് അത് BJPക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ പാവമാരെ കോൺഗ്രസിന്. അല്ല സഖാവേ, ഞാൻ പറയട്ടെ, എന്നേക്കാൾ ഒരുപാട് പ്രായത്തിലും പരിചയത്തിലും കൂടിയ ആളല്ലേ താങ്കൾ. എന്നെ പറയാൻ അനുവദിക്കും. എന്റെ ചോദ്യം ഇതാണ്, 10 സീറ്റിൽ നിന്ന് 19 സീറ്റായിട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചു. അല്ല താങ്കൾ പ്രയാസപ്പെടലെന്നേ. ഉത്തരമാണ് പറയുന്നത്, പ്രയാസപ്പെടലേ. 10 സീറ്റിൽ നിന്ന് 19 സീറ്റായിട്ട് കോൺഗ്രസിന്റെ വർദ്ധിച്ചു. നിങ്ങൾ CPMന്റെ മാത്രം 39 സീറ്റിൽ നിന്ന് 29ആയിട്ട് കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? ഉത്തരമുണ്ടോ? നിങ്ങൾ നിലമ്പൂർ പരാജയം പരിശോധിച്ചോ? 3ാം സ്ഥാനത്ത് വന്നതൊക്കെ മറച്ചു കൊടുത്തിട്ടാണെങ്കിൽ അഴിയൂര് SDP സ്ഥാനാർത്ഥി വിജയിച്ചു. അവിടെ LDFന് 7 വോട്ട നിങ്ങൾ മറച്ചു കൊടുത്തിട്ടാണെന്ന് സമ്മതിച്ചു തരണം. അതുപോലെ അവിടെ തൊട്ടടുത്ത വാർഡിൽ 10 വോട്ട നിങ്ങളുടെ LDFന് സ്ഥാനാർത്ഥി കിട്ടിയേ മറച്ചു കൊടുത്തിട്ടാണ് സമ്മതിക്കണം. മണ്ണാർക്കാട് കുന്തിപ്പുഴയില് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. നിങ്ങൾ പിന്തുണ കൊടുത്തു. നിങ്ങളുടെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആ സഖാവിനെതിരെ നടപടി എടുക്കാൻ പോവുക. അത് എന്തുകൊണ്ടാണെന്ന് പറയണം. അപ്പം മറിച്ചു കൊടുത്ത കഥയല്ല ഞാൻ ചോദിക്കും. ഞാൻ സഖാവിനോട് നേരിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ 39 സീറ്റ് എങ്ങനെ 29ആയിട്ട് CPMന്റെ കുറഞ്ഞു? 52 ഉണ്ടായിരുന്ന LDFന്റെ സീറ്റ് എങ്ങനെ കുറഞ്ഞു? അതിന് ഉത്തരം കിട്ടണ്ടേ? ഞങ്ങളുടെ സീറ്റുകൾ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ മറച്ചു കൊടുത്തെങ്കിൽ ഞങ്ങളുടെ സീറ്റുകൾ എങ്ങനെ വർദ്ധിക്കുന്നത്? 3ാം സ്ഥാനത്ത് പോയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാവിടെ ഇരുന്നത്? നിങ്ങൾ ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷൻ അല്ലേ? നിങ്ങൾ പതിറ്റാണ്ടുകൾ ഭരിച്ച കോർപ്പറേഷനിൽ നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നാ പറയുന്നത്? ഞങ്ങളുടെ സീറ്റിന്റെ എണ്ണം കൂടുമ്പോൾ ഇനിയും ഞങ്ങളെ കുറ്റം പറഞ്ഞിരിക്കാതെ 9.5 കൊല്ലം സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് പതിറ്റാണ്ടുകളായിട്ട് ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ CPMന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഭരണത്തിന് എന്തുകൊണ്ട് തുടർഭരണം കിട്ടിയില്ല എന്നുള്ളതിന്റെ ഉത്തരം കോൺഗ്രസ് മറിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മറിച്ചത് കൊണ്ടാണോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്? എങ്കിൽ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ കോൺഗ്രസ്സുകാർ സഹായിച്ചിട്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന്. ഒരു ഉറപ്പ് വേണ്ട സഖാവ് എങ്ങനെയൊക്കെ പറയാൻ. ഇനി ശശി തരൂരിന്റെ കാര്യം ഞങ്ങൾ ഉറച്ചു പറയുന്നു. ശശി തരൂർ ഈ രാജ്യത്ത് ഈ നാട്ടിലെ, ഞാൻ പറയട്ടെ താങ്കൾ വിഷമിക്കില്ലേ, ശശി തരൂരിന്റെ കാര്യം കേൾക്കണ്ടേ? അതാ പറയാൻ പോകുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നിട്ട് നരേന്ദ്രമോദിയെ മാത്രം കാണുകയും അത് നല്ല എന്ന് പറയുന്ന ശശി തരൂര് കോൺഗ്രസ് നിലപാടല്ല പറയുന്നത്. കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ട്. അവരെ അവഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി. അവരെ ഏതെങ്കിലും രീതിയിൽ പരിഗണിച്ച് മിടുക്കരാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് BJP ജയിക്കുമ്പോൾ അത് വലിയ സേവനമായിട്ട് വലിയ മഹത്തായ കാര്യമായിട്ട് കാണുന്ന ശശി തരൂരിന്റെ കണ്ണുകൾ കോൺഗ്രസിന്റെ കണ്ണുകളല്ല. പാവപ്പെട്ട ഒരുപാട് കോൺഗ്രസ്സുകാർ വേർപ്പൊഴുക്കി പണിയെടുത്ത് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിജയിച്ച പാർട്ടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ജയിക്കുമ്പോൾ അവരുടെ ജയത്തെ കാണാതെ 7500-ലധികം കോൺഗ്രസിന്റെ പ്രവർത്തകർ ജയിക്കുകയും UDFന് വലിയ മജോറിറ്റി കിട്ടുകയും നടത്തുക ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കാണാത്ത ശശി തരൂരിന്റെ കണ്ണ് കോൺഗ്രസിന്റെ കണ്ണല്ല, അത് സംഘപരിവാറിന്റെ കണ്ണാന്ന് പറയുന്നത് ഒരു തർക്കമില്ല, ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. പക്ഷെ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ട് ശശി തരൂരിനെ ഒരുപാട് വട്ടം വാഴ്ത്തി പാടിയ ആളുകളല്ലേ നിങ്ങൾ? പിണറായി വിജയനെയും നരേന്ദ്രമോദിയെ ഒരുപോലെ വാഴ്ത്തുന്ന ശശി തരൂർ
തരൂരിനെ നിങ്ങളെ വാഴ്ത്തുമ്പോൾ മിടുക്കനായിട്ട് കാണുന്നത് എന്തുകൊണ്ടാ? ഈ ശശി തരൂരിനെ പ്രോത്സാഹിപ്പിച്ചാൽ നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, തൃശ്ശൂർ കോർപ്പറേഷൻ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു, UDF ജയിച്ചു? ഒന്ന് പറയണം കുഞ്ഞിക്കണ്ണൻ, താങ്കൾ ഒന്ന് പറയണ്ടേ? കാരണം നിങ്ങളുടെ അവിടുത്തെ മേയർ തരം കിട്ടുമ്പോഴൊക്കെ സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടുകയായിരുന്നു. സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടിയ LDFന്റെ മേയർ ഉൾപ്പെടെയുള്ള ആ ഭരണ സംവിധാനത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് UDF തൃശ്ശൂർ തൂക്കിയെടുത്തപ്പോ നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു? നിങ്ങൾ തോറ്റതിന്റെ കാരണം പറയും. കാരണം അത് കോൺഗ്രസ് ജയിച്ചു നിൽക്കുമ്പോഴും കോൺഗ്രസിനെ കുറ്റം പറയാനുള്ള കാരണം കണ്ടെത്താതെ നിങ്ങൾ തോറ്റതിന്റെ കാരണം പറയും. അല്ല അജിംസെ, ഗോവിന്ദമാഷ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മണ്ണാർക്കാട് കുന്തിപ്പുഴയിലുള്ള LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് മാത്രമാണ്. ആ ഒരു വോട്ട് ചെയ്ത സഖാവിനെ പാർട്ടി നടപടിയെടുക്കാൻ പോവുക. അത് എന്തുകൊണ്ടാ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇവരുടെ വോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയാം. ശബരിമല ശാസ്താവിന്റെ സന്നിധാനത്തെ അടിത്തറ പോലും ഇവർ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നിയപ്പോഴാണ് ഈ പാർട്ടിക്ക് ഇത്രയും കോട്ടം സംഭവിക്കുന്നത്. ഇവരുടെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് ഇവർ ഇനിയും പറയണം. അപ്പോൾ പാട്ടുണ്ടാക്കിയതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. SITയെ ഇവർക്ക് വിശ്വാസമാണോ, കോടതിയെ വിശ്വാസമാണെന്ന് ഞാൻ ചോദിക്കുക. CPMന്റെ ഉന്നത നേതാക്കന്മാർ, ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ പോയത് എന്തിന്റെ പേരില? ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട കേസില. ഇവർ ഒന്നുകിൽ പറയണം SITയും കോടതിയും ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഈ സഖാക്കന്മാരെ പുറത്താക്കണം, അല്ലെങ്കിൽ സംഘടനാപരമായി നടപടിയെടുക്കണ്ടേ. അല്ലെങ്കിൽ ഇവർ പറയണം SITയും കോടതിയും ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഈ സ്വർണം കക്കാൻ ഒത്താശ ചെയ്ത സ്വർണം കട്ട സഖാക്കന്മാരെയാണ് വിശ്വാസമെന്ന്. ഏതെങ്കിലും ഒരു അഭിപ്രായം വേണ്ട അജീബ്സെ? രണ്ട് അഭിപ്രായം പറയാതെ കുറ്റപത്രം കൊടുക്കട്ടെ, ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് നിലപാട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, കുഞ്ഞിക്കണ്ണൻ മാഷ് വലിയ പ്രയാസപ്പെടുകയാണ് ന്യായീകരിക്കാൻ. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയാൻ CPMന്റെ സംസ്ഥാന ഭാരവാഹികൾക്കും സെക്രട്ടറിക്കും പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കും പറ്റുന്നില്ല. പണ്ട് കേരള തൊഗാഡിയ എന്ന് വിളിച്ച പിണറായി വിജയന് ഇന്ന് വെള്ളാപ്പള്ളിയെ കാണുമ്പോൾ നാവ് തളർന്ന് വിധേയത്വത്തിലിരിക്കുക. അതിന് കുഞ്ഞിക്കണ്ണൻ മാഷ് പറഞ്ഞത് സങ്കീർണ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നമെന്ന്. അതിന്റെ അർത്ഥം അടിമ സമാനമായ വിധേയത്വം എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കേരളത്തിലെ പല വർഗീയവാദികളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വർഗീയവാദി തന്നെയാണ്. മലപ്പുറത്തെ മുസ്ലിങ്ങൾ മോശക്കാരാണെന്ന്, കോട്ടയത്തെ ക്രിസ്ത്യാനികൾ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ ചുമന്നു കൊണ്ടുപോയി കേരളത്തിന്റെ 1-ാം നമ്പർ കാറിൽ കൈപിടിച്ച് ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുപോയി. നിങ്ങൾ വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയി മലപ്പുറത്തെ മോശമാക്കി ചിത്രീകരിച്ച മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷമില്ലാത്ത രീതിയിൽ CPMഉം LDFും തകർന്നതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കണം. അടിത്തറ തകർന്നിട്ടില്ലെന്ന് പറഞ്ഞേ. ഇനി വെള്ളാപ്പള്ളി വർഗീയവാദമാണോ പറയുന്നത് എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്? കേരളത്തിലെ പൊതു മനസാക്ഷി കൃത്യമായിട്ട് അറിയാം. വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന സ്ഥാനം അത് SNDP ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനമാണ്. അതൊരു മഹത്തായ സ്ഥാനമാണ്. അത് ഒരുപാട് മഹാരഥന്മാരിരുന്ന സ്ഥാനമാണ്. ഒരാൾ മഹാരഥന്മാരിരുന്ന സ്ഥാനത്തിരുന്നത് കൊണ്ട് അയാൾ മഹാരഥനാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആ വ്യക്തി എടുക്കുന്ന നിലപാടുകൾ അത് വർഗീയമാണെങ്കിൽ വർഗീയമാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാവണം. പലരും പതിഞ്ഞു പറയുന്നുണ്ടാവും, ചിലർ പറയാതിരിക്കുന്നുണ്ടാവും. പക്ഷെ കോൺഗ്രസിന്റെ UDFന്റെ പ്രഖ്യാപിത നിലപാട് എന്താണെന്ന് കേരളത്തിൽ അധികം പേർക്ക് സംശയം ഉണ്ടാകാൻ കാര്യമില്ല. പിണറായി വിജയൻ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൈപിടിച്ച് കയറ്റിയ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദമാണ് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഗീയവാദം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചു കൊണ്ടുപോകുന്ന പിണറായി വിജയന് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ പൗരന്മാരും കൊടുത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. പൗരപ്രമുഖന്മാരെ അരച്ച അണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയ ചിക്കൻ കറി കൂട്ടി പ്രാതൽ കൊടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന പിണറായി വിജയൻ പൗരപ്രമുഖന്മാരെ തീറ്റിപ്പോറ്റിയപ്പോൾ പൗരന്മാർ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി രേഖപ്പെടുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടത്. ഇവർ കുറെ ദിവസം മുമ്പ് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ 500-ലധികം സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ഉണ്ടല്ലോ, നിങ്ങൾ 300-ലധികമല്ലേ ഉള്ളൂ. നേരെ തിരിഞ്ഞില്ലേ? 2010 ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം, ഗൗരിയമ്മയുടെ JSSന്റെ ഒരു വിഭാഗം, അതുപോലെ MVRന്റെ പാർട്ടിയുടെ ഒരു വിഭാഗം, ഇതൊക്കെ ഇന്ന് LDFിലുണ്ട്. എന്നിട്ട് പോലും UDF വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഏത് പക്ഷത്താണെന്ന് ഇവർക്ക് തിരിച്ചറിവുണ്ടാവണം. ജനങ്ങളെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇവർ ഇപ്പോഴും വർഗീയവാദികളുടെ പുറകെ പോകുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലെ LDFന്റെ വോട്ട് എവിടെ പോയി എന്ന് പറയണ്ടേ കുഞ്ഞിക്കണ്ണൻ മാഷെ? അത് പറയണ്ടേ? നിങ്ങൾ കേരളത്തിൽ സൗകര്യം പോലെ പല സ്ഥലത്തും നിങ്ങൾ ഒത്താശ ചെയ്യുന്നു. പക്ഷെ ജനങ്ങളെ, സാധാരണക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. സാധാരണക്കാരുടെ ഏത് പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ചർച്ച ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങൾ ചിന്തിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ ജനങ്ങൾ തിരുത്തി തന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിലൂടെ കാണാൻ കഴിയും.